അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇന്ന് വളരെ ക്ഷമയോടുകൂടി ഇത്രയും നേരം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു. നല്ല ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇവിടെ ഇന്ന് ഇരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തൊരു ചിരി കാണാം. സോ അത് പഴംപൊരി അടിപൊളിയായിരുന്നു. സോ ഇങ്ങനെ നമുക്ക് പാടാമെന്ന പരിപാടി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന സമയത്ത് ആക്ച്വലി നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ട് അവർ നമ്മുടെ കമ്മിറ്റി ചെയ്ത് കൊണ്ടുവന്നു. അതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് നമ്മുടെ ഇപ്പം ഇത്രയും ഓഡിയൻസിൽ ഈ ഒരു സൈഡ് മുഴുവനും പാട്ടുകാരാണ് ഇരിക്കുന്നത്. ഇതിൽ പലരും ഇതിന് മുന്നേ പാടും എനിക്ക് അറിയില്ലായിരുന്നു. സോ ഞാൻ റിഹേഴ്സൽ കാണാൻ പോയപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മനോഹരമായിട്ടാണ് അവർ അവരുടെ റിഹേഴ്സൽ അവരെടുത്തിരിക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവും അതുപോലെ എന്താ പറയുക ഈ പ്രാക്ടീസ് സെഷൻസും പിന്നെ അതിൻ്റെ കൂടെ മ്യൂസീഷ്യൻസും എല്ലാവരും വളരെ മനോഹരമായിരുന്നു. പിന്നെ രണ്ടാമതൊന്നും എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു രാവിലത്തെ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കോമ ചാറ്റിൽ എല്ലാവരുടെയും വോളണ്ടിയർ ചെയ്യുന്ന പിക്ചേഴ്സ്, ഫുഡ് വോളണ്ടിയറിങ്. അതിന് ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിൽ പലരും എന്താ പറയുക ഉള്ളി തിരിച്ചറിയാൻ പാടില്ലാത്തവരൊക്കെ ഇന്നവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ് കേൾക്കുന്നില്ല അങ്ങനെ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഈ പരിപാടിയുടെ പേര് വിബ്ജിയോർ എന്നൊരു തീം ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ടോട്ടൽ പരിപാടി ഒരു 7 തീമാണ്. വിബ്ജിയോർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം ആദ്യം വിബ്ജിയോർ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വിബ്ജിയോർ ഒരു ടീം. അങ്ങനെയല്ല, മഴവില്ലിന്റെ 7 നിറങ്ങളാണ്. അത്ര മനോഹരമായിട്ടാണ് ഇവര് ഓരോ ടീമും ഇന്നിവിടെ പാട്ടുകൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മഴവില്ലിന്റെ അറ്റം വരുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഒരു ഗോൾഡൻ പോട്ട്. അതുപോലെ നമുക്കും ഉണ്ട് ഒരു ഗോൾഡൻ പോട്ട്, ഒരു പിടി ഗോൾഡൻ പോട്ടിനകത്ത് കോയിൻസ്, ബാക്കിൽ കിഡ്സ്. അവരുടെ ഭയങ്കര സൂപ്പർ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഹൗസ് റൂൾസ് ഉണ്ട് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ. അത് നമുക്ക് മ്യൂസിക്കിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ റൂൾസ് വെച്ചിരിക്കുന്നത്. സോ ഓൾവേസ് ബി സീറ്റഡ്. പിന്നെ കഴിവതും ഇഫ് യു ക്യാൻ സ്പീക്ക് യുവർ ഫോൺ സൈലൻറ്റ്, വി അപ്രിഷിയേറ്റ് ദാറ്റ്. പിന്നെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കഴിവതും കിഡ്സിന് വിടാതിരിക്കാൻ നോക്കുക. ദാറ്റ്സ് ഓൾ. ലെറ്റ്സ് എൻജോയ് ദ ഷോ. സോ ഇന്നത്തെ ആദ്യത്തെ ഐറ്റം നമുക്ക് ഈ കൊല്ലം ഇപ്പോൾ എല്ലാ കൊല്ലവും അങ്ങനെയാണ് മലയാളികളും നമ്മൾ ഈസ്റ്റർ ആയാലും വിഷു ആയാലും ഈദ് എല്ലാം നമ്മൾ ആഘോഷിക്കുന്ന ഒരു എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ വളരെയധികം ഇൻവോൾവ് ചെയ്ത് എല്ലാ വീടുകളിലും ആഘോഷിക്കും. ഇപ്പോൾ വിഷു ആണെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കും. ഈസ്റ്റർ ആണെങ്കിലും ഞാനൊക്കെ കുഞ്ഞിലെ തന്നെ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ വേറെ വീട്ടിൽ പോകുന്നു, അവിടുന്ന് കഴിക്കാനായി അവരുടേതായ എല്ലാ ഫുഡും തരുന്നു അങ്ങനെ. അപ്പം ഇന്ന് ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ജനിച്ച് വളർന്നിട്ടുള്ള എല്ലാവരും വളരെ കേട്ട് പഴകിയതും വളരെ വ്യത്യസ്തവുമായ ഒരു പിടി ഗാനങ്ങളുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ഡിവോഷണൽ ടീം ഇവിടെ വന്നിരിക്കുന്നത്. ഡിവോഷണൽ സോങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ലെറ്റ്സ് വെൽക്കം ടു സ്റ്റേജ് അശ്വതി പ്രതീഷ്, അലോക്, രമ്യ, ബിപിൻ, അഞ്ജന, അരുൺ ഡേവിസ് ആൻഡ് അലീസ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗാനസന്ധ്യയിലേക്ക് സ്വാഗതം. ലെറ്റ്സ് എൻജോയ് ദ ഷോ. താങ്ക് യു.